കല്ല് എന്ന വസ്തുവിനേക്കാൾ കട്ടിയുള്ള വസ്തുവാണ് ഇരുമ്പ്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 74-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ. അതിനുശേഷം അവരുടെ ഹൃദയം കടുത്തുപോയി. ഏതുപോലെ കടുത്തുപോയി? കല്ല് പോലെ കടുത്തുപോയി എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഈ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് മഹാനായ മുഫസ്സിർ ഇമാം നാസിർ സഅദി റഹ്മഹുല്ലാഹ് പറയാണ്, ഇവിടെ അള്ളാഹു ഒരു മനുഷ്യൻ്റെ ഹൃദയം കടുത്തുപോയതിനെ ഉപമിച്ചത് കല്ലിലേക്കാണ്. എന്നാൽ കല്ല് എന്ന വസ്തുവിനേക്കാൾ കട്ടിയുള്ള വസ്തുവാണ് ഇരുമ്പ്. ഇരുമ്പിന് പറയാതെ അള്ളാഹു കല്ലിനെ പറയാനുള്ള കാരണം എന്താണ്? ഇരുമ്പ് തീയിലിട്ടാൽ ഇരുമ്പ് ഉരുകിപ്പോകും. എന്നാൽ കല്ല് തീയിലിട്ടാൽ എന്ത് ചെയ്യില്ല? കല്ലുരുകൂല. അതാണ് ഇരുമ്പും കല്ലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയം കടുത്തു പോയാലുള്ള ഒരവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അവൻ്റെ ഹൃദയം കല്ല് പോലെയാകും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കടുത്തു പോകുന്നതിൽ നിന്ന് നമ്മൾ റബ്ബിലേക്ക് കാവലിനെ ചോദിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഹൃദയം കടുത്തു പോയാൽ 3 പ്രശ്നങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. 1, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ആ മനുഷ്യൻ അകന്നു പോകും. 2, ഹലാലും ഹറാമും നോക്കാതെ അയാൾ സമ്പാദിക്കും. 3, ദീനീപരമായ ഉപദേശങ്ങളോ നസീഹത്തുകളോ അയാൾക്ക് ഉപകാരപ്പെടില്ല. അതിനാൽ ഈ ഒരു വിഷയം നമ്മൾ ആലോചിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.